ഒരാള് സംസാരിക്കണം. നിന്നെ മുടക്കാൻ സമയത്ത് ആക്റ്റീവ് അല്ല. ഈ സഞ്ജു കൊള്ളും കൂടി എല്ലാരും അങ്ങ് പെട്ടെന്ന് കാണിച്ചു. ആരെയും കണ്ണേ മീനെ കുഴപ്പമില്ല. തേടി ഗ്യാങ് വരിക, വേറൊരു ഗ്യാങ്സിൽ 2 ദിവസമായിട്ടുള്ള കേറിയിട്ട് അപ്പോഴേക്കും നിന്നെ തേടി കഴിഞ്ഞ് നിന്റെ പാലുണ്ണി എത്തിയടാ, നിന്റെ ഭാഗ്യല്ലേ. പാലൊന്നി വന്നല്ലോടാ ബ്രോ. പാലുണ്ണി ആരാലോ റേഡിയോ കൊണ്ടുചേരാ ഇല്ലേ? എന്നാ പോക്ക ബ്രോ. റേഡിയോ കൊണ്ടുചേരാ ആളെന്റെ കൂടെ ഹലോ ബ്രോ, പേരെന്താ? ഹലോ അടഞ്ഞു പോയ എടാ പറപ്പിക്കണേ, ഇവനെ കൊണ്ട് പറയിപ്പിക്കണേ. മറ്റേ ഹോസ്റ്റേജിനെ കൊല്ലെല്ലാരും. എലി വിദ്യാലയത്തിലാണ് മോന് പഠിക്കുന്നേ. ഒരു വിദ്യാലയത്തിലും പഠിക്കുന്നില്ല. അതിന്റെ കുഴപ്പമാണ് കാണുന്നുണ്ട്. ചോദിക്കണ്ടത് അല്ലേ? നമ്മളെ പാലുണ്ണിയെ പോലെ പാലും കുച്ചു വളർന്ന പിള്ളേരല്ല, മനസ്സിലായോ? വളർന്ന പിള്ളേരാടാ, മനസ്സിലായോ? പശുപാല, പക്ഷെ പാലുണ്ണി കുടിച്ചതാ കാളപ്പാല. നിന്റെ ഒറാങ്കുട്ടന്റെ ഗാംഗോസ് അല്ല ഇത്, നമ്മുടെ ഗാംഗോസ് ആണ് ഇത്, മനസ്സിലായ? ഒറാങ്കുട്ടിനെ വളർത്തുന്ന സ്ഥലമല്ലേ വലിയ ബസ് ഇവിടെ വേണ്ട. അതൊക്കെ ഞങ്ങൾ അവിടെ വന്നിരിക്കുമ്പോ അടിച്ചാൽ മനസ്സിലായ? ഇവിടെ വന്നൊന്നും അടിക്കണ്ട. ഇനി എന്തെങ്കിലും പറയണ്ട? റേഡിയോയിൽ കൊണച്ചാൽ എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? റേഡിയോയിൽ മര്യാദക്ക് നിർത്തിക്കടാ. റേഡിയോയിലിരുന്ന ധൈര്യവും ഇപ്പോ ഉള്ള വ്യത്യാസം കണ്ടോ? പൊട്ടിയിരിക്കുന്നു. ഇപ്പൊ വാ പൊട്ടിയിരിക്കുന്ന റേഡിയോയിൽ നിനക്ക് ഭയങ്കര നട്ടല്ലായിരുന്നു, മനസ്സിലായോ? വേറൊരു കാര്യമുണ്ട്. റേഡിയോയിൽ ഓൾറെഡി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു മര്യാദക്ക് സംസാരിക്കും പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് ആടാ ഇവനാടാ വന്ന് ചോദിക്കുന്നേ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ലീഡറിനെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കൊണ്ടത്, അതുപോലെ അവരുടെ ലീഡറിനെ പറഞ്ഞപ്പോഴാണ് അവർക്കും കൊണ്ടത്, മനസ്സിലായോ? പിന്നെ മരിയയുടെ കാര്യം പറയല്ലേ? എന്നിട്ട് മരിയേ എടാ പിന്നെ ഇരുന്ന് മരിയയുടെ കാര്യം പറയല്ലേ, മനസ്സിലായോ? മരിയയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതാരാ മരിയ? ഞാൻ നിന്റെ അടുത്തൊന്നും പറയാൻ വന്നില്ലല്ലോ. നീ ഏതാടാ കണ്ടി? എടാ വെയിറ്റ് നോക്കാം. നീ കുനിഞ്ഞിട്ട് ചോദിക്കേ, നീ കുനിഞ്ഞിട്ട് ചോദിക്കടാ, ഹോസ്റ്റേനെ താന്ന് ചോദിക്കടാ. മര്യാദ നിങ്ങൾ ഹോസ്റ്റേജ് നേരെ സംസാരിക്കാൻ പറയാം മെമ്പറിന്റെ അടുത്ത്. നമ്മളിവിടെ മര്യാദയ്ക്ക് ആദ്യം അലക്കല്ലടാ. ഒരാള് സംസാരിക്കണം, ഞാൻ തോന്നുന്നു പറയണ. എടാ ഇവനൊന്നും ചെയ്യല്ലേ, ഇവനെ കൊല്ലല്ലേ.
നീ ഇവിടെ നിന്നെ എടാ കണ്ണാപ്പി നിനക്ക് എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ നീ മറ്റവന്റെ അടുത്ത് പോയി സംസാരി. മറ്റവനെ കൊണ്ട് മറ്റവനല്ലേ ഇവിടെ റേഡിയോയിൽ പറഞ്ഞേ. ടിവിയുടെ ഫുൾ ഫോം എന്താന്ന് അവൻ അറിയണം. നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവൻ അതങ്ങ് മാറ്റി. അതുകൊണ്ടാണ് നിന്റെ കൂട്ടത്തിലുള്ളവരെ ഇവിടെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. അപ്പൊ കാര്യം മനസ്സിലായോ? പിന്നെ നീ അറിയാം, നീ ഗുണം പറഞ്ഞു. നീ ഇനി വാ തുറന്നോ അവൻ നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് പറയുന്നത്? ഹോസ്റ്റലിൽ തുടങ്ങി ഒരു ദൈവം ഒരു സോറി പറഞ്ഞിട്ട് സോറി നിനക്കെന്താ ചെയ്യാൻ പറ്റും? നിനക്ക് ഹോസ്റ്റേജ് നീ ചെയ്തേ പറ്റൂ. ചെയ്താലേ അവന് ജീവനോട് വിടത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ചെയ്താലേ അവന് വിടത്തുള്ളൂ. സോറി എന്ന് പറ. മുട്ടയായിരുന്നു നിന്റെ പുളിച്ച സോറി ഇവിടെ വേണ്ട കേട്ടാടാ. ഞങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാം. കൊല്ലണ്ട. കാര്യം പറയണോ ബ്രോ? പോയി ഹോസ്റ്റലിൽ എത്തടാ. അയ്യോ ചീമാരെ കൊല്ലം പോവാ. തിരിച്ച് പറയണ കേട്ടൂടാ, തിരിച്ചു വാ. അവന്റെ കൂടെ സംസാരിച്ചതിന്റെ പേരെന്താടാ? ആര്? അവനെ എടുത്തങ്ങ് പുഴിപ്പിക്കണേ. ഒരു മിനിറ്റ്, സെനിൻ എന്നാണോ പേര്? എനിക്കറിയാം, അറിയത്തില്ലായിരുന്നു അളിയാ. എന്നാ മാറ്റി നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കല്ലേ, കഴിഞ്ഞ അത് മാറ്റി വേറെ നമ്മളെ ആൾക്കാരായിരുന്ന പ്രിയാർ അടിക്കാൻ. നമ്മുടെ ആൾക്കാരെ കയറാൻ പറയാ. എന്തായാലും പറയാൻ നമ്മള് ഞാൻ ഡ്രസ് പറഞ്ഞിട്ട് വരാം. ഡ്രസ് മാറാൻ പോയവരികെ നമുക്ക് ഇനി വെസ്റ്റ് ഇടാണ്ട് കളിക്കാലോ ഇതിലിനി. 21 പേരുണ്ട് സിറ്റിയില്, 4 പേരോടെ കയറിയാ പ്രിവാർ കളിയാ. അടിക്കല്ലടാ, ആരാടാ? അല്ല പ്രിവാർ അടിക്കുന്നതിന്റെ കറക്റ്റ് ഇട്ടിട്ട് പ്രിവാറിന്റെ സംസാരിക്കണ്ടേ? അടിച്ചു കൊന്നേ. ചാറ്റുള്ളമാരെ ഗൈസ്, നിങ്ങൾ എന്താണ് ബോട്ട്സാണോ നിങ്ങൾ? ആരാടാ അടിക്കുന്നേ ഗ്യാങ്സിനകത്ത്? ക്യൂ ഉണ്ടെന്ന് പറയണേ. ഗ്യാങ് പ്രയോറിറ്റിയില് മറ്റേ ക്യൂ അറിയത്തില്ല അമരത്തറുണ്ട്. 3 4 5 16 പേരുള്ള അമ്മമാര്. അവന്മാര് 16 പേരുള്ള തെറ്റില്. വണ്ടി ആരും സേവ് ചെയ്യില്ലേ? കണ്ടിട്ടാ മതിയേ. 2 മിനിറ്റ് എഴുതിയാണ്. വണ്ടി ആരും സേവ് ചെയ്യില്ലേ?